വസീഫ് മറുപടി നൽകാം. മറ്റത്തൂർ മോഡൽ എന്നൊരു പ്രയോഗമാണല്ലോ CPM നടത്തുന്നത്. അതൊരു മോഡൽ എന്ന് പറയാനൊന്നുമില്ല, അവിടുത്തെ പ്രാദേശികമായ ഒരു സാഹചര്യം എന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. വസീഫ് എങ്ങനെയാണ് അതിനെ ഖണ്ഡിക്കുന്നത്? ഇവിടെ നമുക്ക് ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്, CPM ഭരിച്ച സംസ്ഥാനമാണ്. ത്രിപുരയിൽ 2018 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ആ ത്രിപുരയിൽ അന്ന് കോൺഗ്രസിന്, അതിന് മുമ്പ് കോൺഗ്രസിനുണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം 36%. ആ 2018 ഞങ്ങൾ തോറ്റ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം, വോട്ടിംഗ് ഷെയർ എത്രയാ? 1.5%. നേരെ ഈ വോട്ട് പോയത് എവിടേക്കാണ്? BJPയിലേക്കാണ്. 2% മാത്രം ഉണ്ടായിരുന്ന BJPയെ ഈ പൂർണ്ണമായ കൂറുമാറ്റത്തിലൂടെ ഒരു പ്രയാസവുമില്ലാതെ താമരക്ക് പച്ചക്ക് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആ കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിതിവിടെ പറഞ്ഞു വെച്ചത് ഈ കേരളം ഇതൊന്നുകൂടി ഓർക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഇത് വെറുതെ ചർച്ച ചെയ്തു പോകുന്നതല്ല. അബിൻ വർക്കി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൽ ആർജവത്തോടുകൂടി ഈ മതനിരപേക്ഷ രാജ്യത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക്, അത് നമ്മൾ സാധാരണ പറയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന്, രാജ്യത്തെ കോൺഗ്രസിന് പറ്റിയ അപജയങ്ങളെക്കുറിച്ച്, അവരുടെ രാഷ്ട്രീയം ചോർന്നു പോയതിനെക്കുറിച്ച് ഇനിയെങ്കിലും ചർച്ച ചെയ്യാതെ ഈ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ, ഇങ്ങനെ വാചക കസർത്ത് കൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള കനകൊലു സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ കാൽച്ചുവട്ടിലെ മണ്ണ് ഒരു സുപ്രഭാതത്തിൽ, ഇവർ കനകുലുവിന് പണം കൊടുക്കുന്നതിൻ്റെ ഇരട്ടി കൊടുക്കാൻ ശേഷിയുള്ളവരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ BJP. അത് നമ്മൾ കണ്ടതാണ്. അവർക്കൊക്കെ കിട്ടുന്ന പണത്തിൻ്റെ ഒരു വലിയ അളവ്. ആ പണം കൊടുത്ത് ഈ കനകൊലുമാരെ വിലക്കെടുത്ത് ഈ കോൺഗ്രസിനെയും ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ എളുപ്പത്തിൽ മാറ്റാൻ എളുപ്പമാണ് ഈ BJPക്ക് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെ അല്ലേ ഇത്? ഇതൊരു ട്രയൽ റണ്ണാണ്. ഈ കേരളത്തിൽ BJP മുന്നോട്ട് വെക്കുന്ന ഒരു അടവ് നയത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തന പദ്ധതിയുടെ ട്രയൽ റണ്ണാണ് അവരിവിടെ നടപ്പിലാക്കിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൂട്ടത്തോടെ 8 പേരാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 8 പേർ താമരയായി പോകുന്ന ഒരു കാഴ്ച, താമരയുമായി ചേർന്ന് CPMനെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ച, അതിനെ പിന്നെയും ന്യായീകരിച്ചുകൊണ്ട് അതിന് ഓരോ മുട്ടാപ്പോക്ക് നയങ്ങളും പറഞ്ഞു വരിക, അല്ലെങ്കിൽ ന്യായീകരണവും പറഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് എത്ര പ്രയാസകരമാണ്. ഇത് ഇനിയെങ്കിലും ഇവർ ഉൾക്കൊള്ളണ്ടേ? ഞാൻ പറയുന്നത് ഈ 8 പേരെ ഇവർ പുറത്താക്കിയില്ല, എന്തോ ആവട്ടെ. ഈ 8 പേരെ നിയന്ത്രിച്ച ഒരാളുണ്ടല്ലോ. ആരാ? DCC സെക്രട്ടറിയാ. എന്താ? TM ചന്ദ്രൻ എന്ന് പറയുന്ന ആളാ. ഈ TM ചന്ദ്രൻ ചെറിയൊരാളാണോ? BJPക്കാരൻ കുറുക്കന്റെ കൗശലത്തോടു കൂടി ഈ കോൺഗ്രസുകാരെ എല്ലാം വാങ്ങാൻ വേണ്ടി നിൽക്കുക. ഇങ്ങനെ കുറുക്കന്റെ കൗശലത്തിന് മുമ്പിൽ വീണു പോകുന്നവരായി നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് മാറാണ്. രാഷ്ട്രീയമില്ലാത്തവരുടെ കൂട്ടമായി ഈ നാട്ടിലെ കോൺഗ്രസ് മാറുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് അങ്ങനെയൊക്കെ ആവില്ല എന്നുള്ളതാണ്. അങ്ങനെ ആവാൻ സാധിക്കില്ല നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന് എന്നാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ചു, മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള KR ഔസഫ് സാറിനോട് ചോദിച്ചു, നിങ്ങൾ എന്തേ അങ്ങനെയാണെങ്കിൽ നേരത്തെ CPM ആയില്ല എന്ന്. കാരണം അദ്ദേഹത്തിന് അതാവാൻ പറ്റില്ല. അദ്ദേഹത്തിനൊരു നിലപാടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനമൊക്കെ കേട്ടു. അദ്ദേഹത്തിനൊരു നിലപാടുണ്ട്. അദ്ദേഹത്തെ ജയിപ്പിച്ച നാടിനോട് അദ്ദേഹത്തിനൊരു ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിന് വികസന കാര്യങ്ങളിൽ ആ ഭരണസമിതിയോട് പല കാര്യങ്ങളിലും എന്തുണ്ട്, പിന്തുണ കൊടുക്കാനുള്ള താല്പര്യമുണ്ട്. അത് കരുതി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറൂ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറില്ല. അതാ അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ ഒരു ചോദ്യം അങ്ങോട്ട് പോയി, നിങ്ങൾ ഏത് അർത്ഥത്തിൽ അത് ചോദിച്ചത് എന്ന് എനിക്കറിയില്ല. ആ ചോദ്യം തന്നെ തെറ്റായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിട്ട് നേരത്തെ പോകാഞ്ഞത് എന്നുള്ളത്. അങ്ങനെ പോകുന്ന ഒരാളല്ല അദ്ദേഹം എന്നുള്ളത് അതിൽ നിന്ന് വളരെ കൃത്യമായി അങ്ങ് പറഞ്ഞതുപോലെ 8 പേർ ഒന്നാകെ കളം മാറ്റി ചവിട്ടുക എന്നുള്ളത് അസ്വാഭാവികതയുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മറ്റത്തൂർ അത്തരത്തിൽ തന്നെ കാണേണ്ട ഒരു വിഷയവുമാണ്. മറ്റത്തൂരിൽ അവർക്കെതിരെ നടപടി എടുക്കുന്നു എന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. പക്ഷേ തിരിച്ച് ആരോപണമുണ്ട് നിങ്ങൾക്കെതിരെ. തിരുവനന്തപുരത്ത് മണ്ഡല പുനർനിർണയം തന്നെ BJPക്ക് സഹായകരമാക്കി ചില സംവിധാനങ്ങൾ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ്. അത് BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒരു മത്സരവും നേരിടാതെ അവർക്ക് ജയിച്ചു വരാൻ ഉതകുന്ന രീതിയിൽ വാർഡുകൾ ചെറുതാക്കി സ്വന്തം മുന്നണിയായ LDFും പ്രതിപക്ഷ മുന്നണിയായ UDF മത്സരിക്കുന്ന മേഖലയിൽ കടുത്ത മത്സരത്തെ അതിജീവിച്ച് ജയിക്കേണ്ട രീതിയിൽ ജംബോ വാർഡുകൾ സൃഷ്ടിച്ചു. ഇതൊക്കെയാണ് ആരോപണം. അതിൽ കണക്കുകളുണ്ട് കേട്ടോ.
തിരുവനന്തപുരം നഗരസഭയിൽ BJP ജയിച്ച 10 വാർഡുകൾ എണ്ണി നോക്കിയാൽ ഒന്ന് കുഴിവിള, അത് 4531 ആകെ വോട്ടർമാരുടെ എണ്ണമാണ്. ചെട്ടിവിളാകം 4585, ആറ്റിപ്ല 5075, ചന്തവളിയിലും 5000, ചെറുവയ്ക്കൽ 6100, ജഗതി 6000, ആക്കുളം 6000, കാര്യവട്ടം 6000, മേലാങ്കോട് 6000, വെള്ളാർ 6000. ഇനി BJP തോറ്റ വാർഡുകൾ നോക്കുകയാണെങ്കിൽ ഭീമാപ്പള്ളി, അവിടെ നോക്കൂ 17236 പേരാണ് ആകെയുള്ളത്. പൂന്തുറയിൽ 14643, പോർട്ടിൽ 13000, വള്ളക്കടവിൽ 12000 ചില്ലാനം, വലിയതുറയിൽ 12000, പേട്ടയിൽ 9000, പുത്തൻപള്ളിയിൽ 9744. അങ്ങനെ മുടവൻമുകളും കുടപ്പനക്കുന്നും ആറന്നൂരും ഒക്കെ ഈ കണക്കുകളിൽ വരും. അപ്പോൾ ചില രീതിയിൽ അവിടെ സഹായിക്കുന്ന ഘടകങ്ങൾ BJPക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്നുള്ള മറിച്ചുള്ള ആരോപണം അവിടെ നിൽക്കുകയാണ്. പിന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് എവിടെയൊക്കെ അടിയറ വെച്ചു നിങ്ങൾ എന്നുള്ളത് സ്ഥിരമായി കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ മറ്റത്തൂർ നിങ്ങൾക്കൊരു ആയുധമാകുമ്പോൾ മറ്റത്തൂർ മോഡലാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അടക്കം രംഗത്ത് വരുന്നത് നിയമസഭ മുന്നിൽ കണ്ട് ഇതാണ് ഇവിടെ കോൺഗ്രസ് എന്ന് സമർത്ഥിക്കാനുള്ള നീക്കമല്ല. അത് എത്രത്തോളം വിജയിക്കും ശ്രീ വസീഫ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വിജയവും പരാജയവും ഇല്ല. കേരളത്തിലെ കോൺഗ്രസ്സായി നിൽക്കണമേ എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്. കോൺഗ്രസിനെ രാഷ്ട്രീയവൽക്കരിക്കണം. കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ കുറച്ചുകൂടി രാഷ്ട്രീയം മനസ്സിലാക്കുകയും ഈ കാര്യഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങളെ സമീപിക്കുകയും ഒക്കെ വേണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് CPM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് നേരെ വരികയല്ല ഇവർ ചെയ്യേണ്ടത്. ഇവരുടെ സംഘടനാപരമായിട്ടുള്ള ഈ വിഷയങ്ങൾ ഇവരുടെ പ്രവർത്തകർക്ക്, ഇവരുടെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയമില്ലാത്തത് എന്തിനേറെ പറയുന്നു. ശശി തരൂർ, ദിഗ്വിജയ് സിംഗ് പോലെയുള്ള എത്രയെത്ര നേതാക്കന്മാർ ഇപ്പോ ഈ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ തന്നെ പ്രധാനപ്പെട്ട നേതാവിനെ ഇവരുടെ അണികളും ഇവരുടെ പ്രവർത്തകരും പറയുന്നത് എന്താ നമുക്കറിയാലോ. രാജ്യസഭയിലെ ഒരു അംഗസംഖ്യ കുറച്ചു കൊടുത്തിട്ട് ഇവിടെ വന്ന് കേരളത്തിൽ CPMനെ തോൽപ്പിച്ച് ഒരു MP ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു പോയ ആള്. ഇതൊക്കെ നമുക്കറിയുന്നതല്ലേ. ഈ കേരളത്തിൽ ഉൾപ്പെടെ ഇവരെന്താ ചെയ്യുന്നത് എന്ന്. RSSന്റെ ശാഖക്ക് കാവൽ നിന്നവനാണ് ഞാൻ എന്ന് ഒരു മടിയുമില്ലാതെ ആവർത്തിച്ചു പറഞ്ഞ ആളായിരുന്നു ഇവിടുത്തെ KPCCയുടെ പ്രസിഡന്റ്. RSS നേതാക്കന്മാരുടെ പടങ്ങൾക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നവനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി RSSനെതിരെ മതനിരപേക്ഷവാദികൾ, രാജ്യത്തെ ഈ വർഗീയവാദികൾക്കെതിരെ ഈ ഫാസിസ്റ്റ് പ്രവണതകളാൽ രാജ്യത്തെ ചൊൽപ്പടിക്ക് നിർത്തുന്ന സംഘപരിവാരത്തിനെതിരെ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബുൾഡോസർ രാജ. ആ ബുൾഡോസർ രാജ് തങ്ങൾ ഭരിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ പോലും കൊണ്ടുവന്നു ഭീകരമായി പാവപ്പെട്ടവനെ, ദളിതരെ, ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം വിഭാഗത്തെ എല്ലാം കുടിയൊഴിപ്പിക്കുന്നതിന് വലിയ രീതിയിൽ ബുൾഡോസറുകൾ ഇറക്കിവിട്ട് ആളുകളെ പെരുവയിലാക്കുമ്പോ ഈ ബുൾഡോസർ രാജ്യവ്യാപകമായ ബുൾഡോസർ രാജിന് സമാനമായി വരിക. അങ്ങനെ RSSന്റെ ചെയ്തികളോട് ചേർന്ന് നിൽക്കുന്നവരായി നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് മാറുന്നു. ശരി, അങ്ങനെയെങ്കിൽ രാഷ്ട്രീയം ചോർന്നു പോകുന്നു. വസീഫ് അങ്ങനെയെങ്കിൽ ചില ഘട്ടങ്ങളിൽ RSSന്റെ വോട്ടും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു കാര്യം. ഇതിപ്പോഴല്ല, പാർട്ടി സെക്രട്ടറി ആയിരിക്കെ. ഇനി BJP എങ്ങനെയെങ്കിലും അധികാരത്തിൽ മാറ്റി നിർത്തുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ ബദിയടുക്കയിൽ നടന്ന എന്താണ്? ബദിയടുക്കയിൽ പതിറ്റാണ്ടുകളായി UDF കുത്തകയാക്കി വെച്ചിരുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നടുക്കെടുപ്പിലൂടെ BJP പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJPയിലെ D ശങ്കരനാണ് വിജയിക്കുന്നത്. അതിന്റെ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ കക്ഷിനില പരിശോധിക്കുമ്പോൾ UDFന് 10 അംഗങ്ങളും BJPക്ക് 10 അംഗങ്ങളുമാണ്. LDFന് ഒരൊറ്റ അംഗമേ ഉള്ളൂ. നിർണായകമായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ ഇരു മുന്നണികളിലും തുല്യ വോട്ടുകളിലെത്തി. ഇതോടെ ഭാഗ്യ പരീക്ഷണം നടക്കുകയാണ്. അപ്പോൾ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനാണ്, BJPയെ മാറ്റി നിർത്തുക എന്നല്ല, വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനാണ് CPM തീരുമാനിച്ചതെന്നുള്ളതാണ്. തൃശൂർ പാർലത്തും ഈ തരത്തിലുള്ള ഉദാഹരണമുണ്ട്. അപ്പോൾ ജയിക്കുക എന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രു. എത്ര പറഞ്ഞാലും കോൺഗ്രസ് ആണ്. കോൺഗ്രസിനും ഏറ്റവും വലിയ ശത്രു CPM ആണ്. അതാണ് മറ്റത്തൂരിൽ കണ്ടത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവും. മറ്റത്തൂരിൽ 25 വർഷമായി അവിടെ LDF ഭരണമാണ്. അതിനെ എങ്ങനെയെങ്കിലും വീഴ്ത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നു എന്നതാണ് ഈ പറയുന്ന 8 പർവ്വത. ആ ന്യായം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി അതാണ് നിങ്ങളെയാണ് ശത്രുക്കളായി കണ്ടത്. വസീഫ്, ഇതാ ഞാനും പറയുന്നത്. നിങ്ങൾ ശ്രമിച്ച, ഞാൻ ഏതായാലും ആ തരത്തിലേക്ക് ഇനി പോകുന്നില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നതാണ്. നിങ്ങൾ കാണേണ്ടത് അവിടെ നിങ്ങളിപ്പോൾ പറഞ്ഞ കാസർഗോഡ് ഞങ്ങൾ BJPയുമായി ചേർന്ന് വോട്ട് ചെയ്തോ? അതല്ലേ നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് ഞങ്ങൾ എവിടെയെങ്കിലും BJPയുമായി ചേർന്ന് വോട്ട് ചെയ്ത്
ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചോ? ഇല്ല. എന്നാൽ ഇവിടെ എന്താ, BJPയും കൈപ്പത്തിയും, അതായത് കൈപ്പത്തിയും താമരയും ഒരുമിച്ച് ചേർന്നാണ് CPM-നെ പരാജയപ്പെടുത്തുന്നത്. അവിടെയൊക്കെ ഒരു നറുക്കെടുപ്പിനുള്ള അവസരം ഉണ്ടാക്കുകയാണ്, അതിനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കുമരകത്ത് എന്താ സംഭവിച്ചത്? കോൺഗ്രസും BJPയും ചേർന്ന് ഒരുമിച്ച് വോട്ട് ചെയ്ത് ഞങ്ങളെ പരാജയപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? BJPയും കോൺഗ്രസും ചേരാൻ പറ്റുന്ന തരത്തിൽ അത്രയും അടുപ്പമുണ്ട്. അവർ തമ്മിൽ ഒരു ഭിന്നതയുമില്ല. അവർക്ക് ഏത് സമയത്തും ഒരുമിക്കാനുള്ള സാധ്യതയും സാഹചര്യവും അതിനു വേണ്ട ഒരു രാഷ്ട്രീയ പരിസരവും ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണോ കേരളത്തിലെ കോൺഗ്രസും? നമുക്കറിയാലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപിൽ ഈ കേരളത്തിലെ BJPയുടെ നേതാവ്, ഇവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നമുക്കറിയില്ലേ, K. സുരേന്ദ്രൻ, 2 ഇടങ്ങളിലാണ് മത്സരിച്ചത്. ഹെലികോപ്റ്ററിലായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് കാസർഗോഡേക്ക് പോവുക, കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയിലേക്ക് ഹെലികോപ്റ്ററിൽ വരും. അങ്ങനെ പറന്നിറങ്ങി മത്സരിച്ച് തോറ്റ സുരേന്ദ്രൻ ആ മത്സരത്തിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ പറഞ്ഞിരുന്നത് എന്താ? ഞങ്ങൾ 35 സീറ്റിൽ ജയിക്കും, ബാക്കി ഞങ്ങൾ വാങ്ങിയെടുക്കും, എന്നിട്ട് ഞങ്ങൾ ഭരിക്കും. അത് എന്തിന്റെ സൂചനയായിരുന്നു? ഞങ്ങൾ 35-ൽ ജയിച്ചാൽ ബാക്കിയുടെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ തരത്തിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ വാങ്ങിയെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റായി അല്ലെങ്കിൽ കമ്മോഡിറ്റിയായി ഇവിടെ ആരുണ്ട്? ഈ നാട്ടിലെ കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചത് ഇവിടെയുള്ള BJPയുടെ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ഈ നാട് ആ BJPയെ തോൽപ്പിച്ചു. BJP 8 നിലയിൽ തോൽപ്പിച്ചു. നേമത്ത് കോൺഗ്രസിന്റെ കൂടി സഹായത്തോടു കൂടി അവർ അക്കൗണ്ട് തുറന്നെങ്കിൽ ആ അക്കൗണ്ട് കൂടി കേരളത്തിൽ V. ശിവൻകുട്ടി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തനായ നേതാവ്, ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, അവിടെ പൂട്ടിച്ചു. ഇടതുപക്ഷത്തിന്റെ കരുത്തോടു കൂടി അവിടെ BJPയുടെ അക്കൗണ്ട് കൂടി പൂട്ടിപ്പിച്ചു. അതാ കേരളം. BJPയെ പടിക്ക് പുറത്തു നിർത്തുക എന്നുള്ളതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിലേക്കാണ് പുതിയ നയങ്ങളും രീതികളുമായി ഈ മറ്റത്തൂർ മോഡലുമായി ഇവർ വരുന്നത്. അതിനെ ന്യായീകരിക്കരുത് സ്മൃതി, അതിനെ ന്യായീകരിക്കരുത്. മതനിരപേക്ഷതയാണോ ഈ നാടിന്റെ നന്മയാണോ കേരളത്തിന്റെ മഹിമയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ സ്മൃതി ഉൾപ്പെടെയുള്ളവർ ഈ കൂട്ടുകെട്ടിനെ ആ രീതിയിൽ തുറന്നു കാണിക്കണം. അവരോട് നിങ്ങൾ തിരുത്താനും മതനിരപേക്ഷ മുഖമുള്ള ഒരു ചാനലിൽ കേരളത്തിന് വേണ്ടി ചെയ്യേണ്ടത്. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് പരാജയ കാരണമെന്ന ഒരു എന്താ പറയാ സെൽഫ് ക്രിറ്റിസിസം പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് കേട്ടു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.